ഞാൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾക്കാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സമൂഹത്തിനാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് കൂടിയാണ്. പറയുന്നത് ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ. ഡോക്ടർ എലിസബത്ത് ഉദയൻ ആശുപത്രി കിടക്കയിൽ നിന്ന് വീഡിയോ ചെയ്തിരിക്കുന്നു. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താണ് പറ്റിയതെന്ന് വ്യക്തമാക്കുന്നില്ല. തൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളുടെ പേപ്പറുകളും ഒക്കെ കാണിച്ചു തരാം എന്നാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നത്. മുഖ്യമന്ത്രിക്കും അതിൻ്റെ പരാതി കൊടുത്തിട്ടും തനിക്ക് നീതി ലഭിച്ചില്ല. തനിക്കെതിരെ കൗണ്ടർ കേസുകൾ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടന്നു. പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നുവരെ തന്നെ വിശേഷിപ്പിച്ചു. മാത്രമല്ല, തനിക്ക് പല കോണുകളിൽ നിന്നും എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. തൻ്റെ ജീവന് തന്നെ അപകടമുണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി രക്ഷിക്കുമെന്ന് കരുതി. പക്ഷേ സ്ത്രീയായ താൻ കൊടുത്ത പരാതികളെല്ലാം തള്ളിപ്പോവുകയായിരുന്നു പണത്തിന് മുന്നിൽ. ഇതാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നത്. എലിസബത്ത് ഉദയൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതെത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എലിസബത്ത് ഉദയൻ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ബാലയ്ക്കെതിരെയുള്ള പല ഞെട്ടിക്കുന്ന വിവരങ്ങളും അവർ പുറത്തുവിട്ടു. എലിസബത്ത് ഉദയൻ പുറത്തുവിട്ട വിവരങ്ങളൊക്കെ വളരെ വിവാദമാവുകയും ചെയ്തു. എലിസബത്തിനെ താൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ബാല പറഞ്ഞു. അതിനെയും വീഡിയോയിലൂടെ എലിസബത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ബാലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള എലിസബത്ത് ഉദയൻ്റെ വീഡിയോ. ആ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നു. എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എലിസബത്ത് കുറച്ചു കാലമായി ബാലയ്ക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്തിരുന്നു. ബാലയുടെ പല ക്രൂരതകളും എലിസബത്ത് വ്യക്തമാക്കി. അതിനെതിരെ ബാലയും പ്രതികരിച്ചു. ബാലയും പുതിയ ഭാര്യ കോകിലയും ചേർന്ന് എലിസബത്തിനെ അറ്റാക്ക് ചെയ്തു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് എലിസബത്ത് നിറഞ്ഞു നിന്നു. ബാലയും കോകിലയും ചേർന്ന് എലിസബത്തിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെയൊക്കെ ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധം മുറുകി നിൽക്കെയാണ് എലിസബത്തിൻ്റെ ആത്മഹത്യാശ്രമം ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത്. എലിസബത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെങ്കിലും പോലീസ് ബാലയ്ക്കെതിരെ ശക്തമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് ഈ സമൂഹത്തിലെ എല്ലാവർക്കും അറിയാം. ബാലയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. ബാലയും ഭാര്യ കോകിലയും എലിസബത്തിനെതിരെ പരാതി കൊടുത്തപ്പോൾ എലിസബത്ത് ബാലയ്ക്കെതിരെ വീഡിയോ ചെയ്യരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായും വാർത്തയുണ്ട്. എന്തായാലും ആശുപത്രിയിൽ കിടന്നുകൊണ്ടുള്ള എലിസബത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാലയും എലിസബത്തും തമ്മിലുള്ള യുദ്ധം തീരുന്നില്ല. ബാലയും എലിസബത്തും തമ്മിലുള്ള യുദ്ധം മുറുകുകയാണ്. ഈ സന്ദർഭത്തിലാണ് ആശുപത്രി കിടക്കയിൽ മൂക്കിൽ ട്യൂബിട്ട നിലയിൽ എലിസബത്ത് വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. ബാല പല പ്രാവശ്യമായി എലിസബത്തിനെ തള്ളിപ്പറഞ്ഞിരുന്നു. ഒരു കാലത്ത് അമൃത സുരേഷിനെ ബാല തള്ളിപ്പറഞ്ഞു. എന്നിട്ട് പിന്നീട് എലിസബത്തിനെ വിവാഹം കഴിച്ച സമയത്ത് അമൃത സുരേഷിനെ ബാല തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ ഇതാ എലിസബത്തിനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എലിസബത്ത് ശക്തമായി തിരിച്ചടിച്ചു ബാലയ്ക്കെതിരെ എലിസബത്ത് ലൈവിൽ വരികയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ബാലയുടെ ക്രൂരതകൾ, ഗുണ്ടാസംഘങ്ങളുമായി ബാലയ്ക്കുള്ള ബന്ധം, ഇതൊക്കെ എലിസബത്ത് വിളിച്ചു പറഞ്ഞു പച്ചയ്ക്ക്. ഈ സാഹചര്യത്തിലാണ് എലിസബത്ത് ആശുപത്രിയിൽ ആയിരിക്കുന്നത്. എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു.